Hi and welcome to the new video. In this video, I'll be discussing about exponential Fourier series and one numerical example of exponential Fourier series. Okay. അപ്പോൾ trigonometric Fourier series representation എന്താണ് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഓൾറെഡി. അപ്പോൾ അതേപോലെ വേറൊരു ഫോം ഓഫ് റെപ്രസെൻറ്റേഷൻ ആണ് എക്സ്പോണൻഷ്യൽ റെപ്രസെൻറ്റേഷൻ. അതായത് ഈ എന്താ പറയുക എക്സ്പോണൻഷ്യൽ സീക്വൻസിൻ്റെ രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. മറ്റേത് നമ്മൾ പ്യുവർ എന്താ ഡി സി കോമ്പണൻറ്റ് സൈൻസോയിഡൽ കോമ്പണൻസ് കൊസൈൻ കോമ്പണൻസ് എന്നുള്ള രീതിയിലാണ് എഴുതിയത് ട്രിഗ്നോമെട്രിക് റെപ്രസെൻറ്റേഷനിൽ. ഇവിടെ എക്സ്പോണൻ ഇ ടു ദ പവർ എന്നുള്ള രീതിയിലുള്ളൊരു ടൈപ്പ് ഓഫ് റെപ്രസെൻറ്റേഷൻ ആണ് വരുന്നത്. ഓക്കെ, ഇപ്പോൾ എക്സ്പോണൻഷ്യൽ ഫൊറിയർ സീരീസിൽ ഒരു സിഗ്നൽ എക്സ് ഓഫ് ടീനെ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ദ എക്സ്പോണൻഷ്യൽ ഫൊറിയർ സീരീസ് റെപ്രസെൻറ്റേഷൻ ഓഫ് ദ സിഗ്നൽ എക്സ് ഓഫ് ടി ഈസ് ഗിവൺ ബൈ എക്സ് ഓഫ് ടി ഈസ് ഈക്വൽ ടു സിഗ്മ എൻ ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി സി എൻ ഇ റേസ് ടു ജെ എൻ ഒമേഗ 0 ടി. ശ്രദ്ധിക്കുക, എക്സ്പോണൻറ്റിൻ്റെ പവർ മൈനസ് അല്ല പ്ലസ് ആണ്, ഇ റേസ് ടു ജെ എൻ ഒമേഗ 0 ടി. സോ എക്സ് ഓഫ് ടീനെ നമ്മളിവിടെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഇൻഫൈനൈറ്റ് സം ആയിട്ടാണ്. മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി ഡ്യൂറേഷൻ എൻ ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി. ഒരു സി എൻ എന്ന് പറഞ്ഞിട്ട് സംഭവം വരുന്നുണ്ട്. സി എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കോഎഫിഷ്യൻ്റ് ആണ്, ഫോറിയർ കോഎഫിഷ്യൻ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് പറയാം. സി എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോറിയർ കോഎഫിഷ്യൻസ് തന്നെ പറയാം. ഓക്കെ, അപ്പോൾ ആ ഫൊറിയർ കോഎഫിഷ്യൻസ് കണ്ട് റെപ്രസെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള കാര്യം വരുന്നത്. സോ എക്സ് ഓഫ് ടി ഈക്വൽ ടു സിഗ്മ എൻ ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി സി എൻ ഇ റേസ് ടു ജെ എൻ ഒമേഗ 0 ടി ആണ് എക്സ് ഓഫ് ടിയുടെ എക്സ്പോണൻഷ്യൽ ഫൊറിയർ സീരീസ് റെപ്രസെൻറ്റേഷൻ വേർ ദിസ് സി എൻ ഈസ് ദ ഫൊറിയർ കോഎഫിഷ്യൻ ആൻഡ് വി ക്യാൻ ഫൈൻഡ് സി എൻ ബൈ യൂസിങ് ദ ഇക്വേഷൻ 1/t integral over that period, that is from t0 to t0 plus t x of t e raised to minus j n omega 0 t. സോ പവറിൽ ചേഞ്ച് ഉണ്ട്, മൈനസ് ആണെന്ന് മാത്രം. അപ്പോൾ ഇവിടെ എക്സ് ഓഫ് ടി വന്നത് മാത്രം. ജസ്റ്റ് ആ രണ്ട് ഇക്വേഷൻസ് നമുക്ക് പരസ്പരം റിലേറ്റ് ചെയ്ത് ഓർത്ത് വയ്ക്കാവുന്നേ ഉള്ളൂ. സോ സി എൻ ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇത് നമ്മുടെ റെപ്രസെൻറ്റേഷനാണ്. അതിൽ ഈ വാല്യൂ കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വെക്കും, വേണമെങ്കിൽ എക്സ്പാൻഡ് ചെയ്ത് വെക്കുന്നത് മാത്രമേ ഉള്ളൂ. അതായത് അപ്പുറത്തെ ട്രിഗ്നോമെട്രിക് സീരീസിന് സിമിലർ ആയിട്ടുള്ളതാണ് ഈ മേലത്തെ എക്സ് ഓഫ് ടി ഈക്വൽ ടു സിഗ്മ എൻ ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി സി എൻ ഇ റേസ് ടു ജെ എൻ ഒമേഗ 0 ടി. അതിൽ കോഎഫിഷ്യന്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് നമ്മുടെ മെയിൻ ഇക്വേഷൻ. 1/time period integrate over 1 time period x of t e raised to minus j n omega 0 t dt, where omega 0 is the fundamental frequency and in most case it is given by omega 0 equal to 2 pi by t. ഓക്കെ, ഇപ്പം ഇത്രയാണ് ഇതിൽ ബേസിക് ആയിട്ട് നമുക്ക് ഇവിടെ വേണ്ടത്. ഇനി ഇതിൽ തന്നെ ചിലപ്പോൾ നമ്മളോട് ആംപ്ലിറ്റ്യൂഡ് അല്ലെങ്കിൽ മാഗ്നിറ്റ്യൂഡ് സ്പെക്ട്രം പ്ലോട്ട് ചെയ്യാൻ പറയാം. ഓക്കെ, ആംപ്ലിറ്റ്യൂഡ് അല്ലെങ്കിൽ മാഗ്നിറ്റ്യൂഡ് സ്പെക്ട്രം. അപ്പോൾ അത് ചെയ്യാൻ എന്താണ് വേണ്ടത് നോക്കാം. ആംപ്ലിറ്റ്യൂഡ് ഓർ മാഗ്നിറ്റ്യൂഡ് സ്പെക്ട്രം. സോ ആംപ്ലിറ്റ്യൂഡ് ഓഫ് മാഗ്നിറ്റ്യൂഡ് സ്പെക്ട്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ സി എൻ്റെ കോഎഫിഷ്യൻ്റെ ബേസിലാണ് അതെല്ലാം പറയുന്നത്. കോഎഫിഷ്യൻറ്റിനെയാണ് അത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, മോഡ് സി എൻ വേഴ്സസ് എൻ. അതായത് എക്സ് ആക്സിസിൽ എന്നും വൈ ആക്സിസിൽ മോഡുലസ് ഓഫ് കോഎഫിഷ്യൻ വാല്യൂം എടുത്ത് പ്ലോട്ട് ചെയ്യുന്നതാണ് ഇത് ആംപ്ലിറ്റ്യൂഡ് സ്പെക്ട്രം. അതേപോലെ തന്നെ എന്തുകൂടിയും പറയാം, ഫേസ് സ്പെക്ട്രം പറയാം. സോ ഫേസ് സ്പെക്ട്രം എന്ന് പറഞ്ഞപ്പോൾ എന്തായിരിക്കും, ഇതിൻ്റെ ആംഗിൾ വാല്യൂ എടുത്തിട്ട് പ്ലോട്ട് ചെയ്യുന്നതാണ്. അതായത് ആംഗിൾ ഓഫ് അല്ലെങ്കിൽ ഫേസ് ഓഫ് സി എൻ വേഴ്സസ് എൻ. എക്സ് ആക്സിസിൽ എന്നും വൈ ആക്സിസിൽ ആംഗിൾ ഓഫ് സി എന്നും എടുത്ത് പ്ലോട്ട് ചെയ്യുന്നതാണ്. അപ്പം അതിൽ തന്നെ ഇത് നമ്മളിങ്ങനെ എഴുതുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ഈ സി എൻ എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലുള്ള സി എൻ ഒരു കോംപ്ലക്സ് വാല്യൂ എന്നുള്ള രീതിയിലായിരിക്കും കിട്ടുക എന്നുള്ള അർത്ഥത്തിലാണ്. അതായത് സി എൻ ഈസ് ഈക്വൽ ടു എ പ്ലസ് ജെ ബി ആണ് ഫോർമാറ്റ് എങ്കിൽ നമുക്കറിയാം മോഡുലസ് ഓഫ് സി എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആണ്. അതേപോലെ ആംഗിൾ ഓഫ് സി എൻ ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ബി ബൈ എ ആണ്. ഈ രീതിക്കാണ്. ഇപ്പോൾ ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല, നമുക്ക് കാൽക്കുലേറ്ററിൽ നിന്ന് തന്നെ എല്ലാം കിട്ടും. സി എൻ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ പോളാർ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് ആംഗിൾ എന്നുള്ള രീതിയിൽ കിട്ടും. അതായത് സി എൻ നമുക്ക്
എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? സി എൻ ഈസ് ഈക്വൽ ടു മോഡ് സി എൻ ആംഗിൾ സി എൻ എന്നുള്ള രീതിയിൽ നമുക്ക് കാൽക്കുലേറ്റർ തന്നെ കിട്ടും പോളാർ ഫോമിൽ. അപ്പോൾ അത് വെച്ചിട്ട് പ്ലോട്ട് ചെയ്യാൻ വേണ്ടി, അതായത് എന്നിന്റെ ഡിഫറെന്റ് വാല്യൂസിന് നമ്മൾ മാഗ്നിറ്റ്യൂഡ് എന്താണെന്ന് കാണേണ്ടി വരും, എന്നിന്റെ ഡിഫറെന്റ് വാല്യൂസിന് ആംഗിൾ എന്താണെന്ന് കാണേണ്ടി വരും, രണ്ടും തമ്മിൽ പ്ലോട്ട് ചെയ്യാം. അപ്പോൾ ഇതിനെ സിമ്പിൾ ആയിട്ട് എക്സ്പോണൻഷ്യൽ ഫൊറിയർ സീരീസ് എന്നുള്ളതിനെ ചിലപ്പോൾ EFS എന്നുള്ള രീതിയിലും ഉപയോഗിക്കാവുന്നുണ്ട്. മറ്റേത് ട്രിഗണോമെട്രിക് TFS എന്ന് പറയുന്ന പോലെ എക്സ്പോണൻഷ്യൽ ഫൊറിയർ സീരീസിന് വേണമെങ്കിൽ നമുക്ക് EFS എന്നുള്ള രീതിയിലും ഡിനോട്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അതാണ് അതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. Question is obtain EFS of the following signal. EFS means exponential Fourier series of the following signal. അപ്പോൾ ആദ്യം സിഗ്നൽ നോക്കുക, അതിൽ നിന്ന് കിട്ടുന്ന ഡാറ്റ ഒക്കെ എഴുതി വെക്കുക. അപ്പോൾ സിഗ്നൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം നമുക്ക് ഇങ്ങനെ ഒരു എന്താ പറയുക ഷേപ്പ്. ആദ്യം ഒരു 2 എന്ന് പറഞ്ഞ മാഗ്നിറ്റ്യൂഡ് ഒരു 1 ഇന്റർവെല്ലിൽ നിൽക്കുന്നു, വീണ്ടും അത് കഴിഞ്ഞാൽ 1 എന്നുള്ള മാഗ്നിറ്റ്യൂഡ് വീണ്ടും ഒരു 1 ഇന്റർവെല്ലിൽ നിൽക്കുന്നു, പിന്നെ ഒരു 2 യൂണിറ്റ്സ് ഡ്യൂറേഷനിൽ 0. അപ്പോൾ ഇത്രയാണ് നമ്മളുടെ ഒരു സിഗ്നൽ എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ നമുക്ക് എടുക്കാം. അതായത് ഇപ്പോൾ ഇതിൽ പറയുകയാണെങ്കിൽ 0 തൊട്ടിട്ട് 4 വരെ വരും ഒരു സിഗ്നൽ. അപ്പോൾ ഇത്രയും വാല്യൂ ഉള്ളതും ഒരു 2 to 4 വാല്യൂ ഇല്ലാത്ത, പിന്നെ അത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനാണ് ലെഫ്റ്റ് സൈഡിലേക്ക് നമുക്ക് പീരീഡ് ആയിട്ട് നമുക്ക് ഇത് തൊട്ടിട്ട് ഇതുവരെ നമ്മുടെ പീരീഡ് എന്നുള്ള രീതിയിൽ എടുക്കാം. അതായത് ഇവിടം തൊട്ട് ഇവിടം വരെയാണ് ശരിക്കും നമ്മളുടെ ഒരു പീരീഡ് വരുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ഇതിൽ നമുക്ക് ക്വസ്റ്റ്യനിൽ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ ഈ ഒരു പ്രോബ്ലം നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ പോലത്തെ ഡിഫറെൻ്റ് ആയിട്ടുള്ള വേവ് ഫോംസ് ആയിരിക്കും എന്ന് മാത്രമേ ഉള്ളൂ, ബാക്കി കാര്യങ്ങളൊക്കെ സിമിലർ തന്നെ ആയിരിക്കും. അപ്പോൾ ഇതാണ് നമ്മളൊരു പീരീഡ് വരുന്നത്. അപ്പോൾ ഇതാണ് നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള പീരീഡ്, അതാണ് നമ്മളിവിടെ എടുക്കാൻ പോകുന്നത്. ഓക്കെ, സോ ടേക്കിംഗ് ദ പീരീഡ്, ടേക്കിംഗ് വൺ പീരീഡ് ഫ്രം പീരീഡിനെ എഴുതുക എങ്ങനെയായിരുന്നു? T0 എന്ന് എഴുതും. T0 ഈക്വൽ ടു ഇവിടെ എന്താ 0 to T0 പ്ലസ് ടി. അത് ഈ കേസിൽ എത്ര? 4 അല്ലേ? ദാറ്റ് ഈസ് T ഈസ് ഈക്വൽ ടു 4. അത് നമുക്കറിയാം. ഒന്നെങ്കിൽ അതിന്റെ ഡിഫറൻസ് എടുത്താൽ മതി, അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഇവിടെ കണ്ടാൽ തന്നെ അറിയാം T ഈസ് ഈക്വൽ ടു 4 ആണ്. therefore ഫണ്ടമെന്റൽ ഫ്രീക്വൻസി നമുക്ക് കിട്ടും ω0. ω0 ഈസ് ഈക്വൽ ടു എന്ത് വരും? 2π/T. 2π/T which is equal to π/2. കാരണം ബൈ 4 ആണ് വരിക, ക്യാൻസൽ ആയി പോകും, π/2 വരും. ഇത്രയും നമുക്ക് ഇതിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് എഴുതാവുന്ന കാര്യങ്ങളാണ്. ഇതിന് ശേഷം നമ്മൾ ക്വസ്റ്റിനിലേക്ക് വരുന്നത്. പിന്നെ ഇതിലെന്താ ഒരു ഡാറ്റയും കൂടി വേണമെങ്കിൽ എഴുതി വെക്കാം. എക്സ് ഓഫ് ടി എന്താണെന്നുള്ളതും കൂടി വേണമെങ്കിൽ അതും കൂടി ഇവിടെ എഴുതി വെക്കാവുന്ന കാര്യമാണ്. അപ്പോൾ അത് വേണമെങ്കിൽ നമുക്ക് അതും കൂടി ഇവിടെ സൈഡിലായിട്ട് എഴുതി വെക്കാം അല്ലേ. ഹിയർ എക്സ് ഓഫ് ടി ഈസ് ഈക്വൽ ടു, എക്സ് ഓഫ് ടിക്ക് 3 കാര്യങ്ങളാണ് വരുന്നത്. ഒന്ന് 2 എന്നുള്ള മാഗ്നിറ്റ്യൂഡ് 2 ആണ് ഏതൊട്ട് ഏത് വരിക? 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 വരെ. ഈക്വൽ ടു 1 ആണ് ഏതൊട്ട് ഏത് വരെ? 1 to 2 വരെ. 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2. ശരിയല്ലേ? പിന്നെ അതേപോലെ 2 to 4 വരെ വാല്യൂ 0 ആണ്. സോ 0 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4. ഇത്രയാണ് ഇതിന്റെ എന്ത് കിട്ടുന്നത്? എക്സ് ഓഫ് ടിയുടെ വാല്യൂസ് റെപ്രസെന്റേഷൻ നമുക്ക് ആയി കഴിഞ്ഞാൽ നമ്മൾ ഇനി ഇക്വേഷൻ എഴുതുക ചെയ്യുക എന്നുള്ളത് മാത്രം തന്നെയുള്ളൂ. അപ്പോൾ അത് സ്റ്റെപ്പായിട്ട് പ്രോപ്പറായിട്ട് ഇക്വേഷൻസ് എഴുതി ചെയ്യുമ്പോൾ, അപ്പോൾ മെയിൻ ഡാറ്റ ഇതാണ്. ഇത് ആദ്യം തന്നെ എഴുതി വെച്ച് കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ ചെയ്യാനില്ല. ചില കേസിൽ ഞാൻ പറഞ്ഞ പോലെ മുന്നേ ട്രിഗ്നോമെട്രിക്കൽ പറഞ്ഞ പോലെ എക്സ് ഓഫ് ടി എന്ന് പറഞ്ഞ് സിമ്പിൾ ഡയറക്റ്റ് ആയിട്ട് കിട്ടണമെന്നില്ല. എന്താ പറയുക, ലൈനൊക്കെ ആണെങ്കിൽ അതിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിച്ചിട്ട് എഴുതേണ്ടി വരും. അപ്പോൾ അതൊക്കെയാണ് അതിലെ വ്യത്യാസം വരിക. സിഗ്നലിനനുസരിച്ച് അത് മാറും എന്നുള്ളൊരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. സോ ഹിയർ നമുക്ക് എഴുതാം എന്താ? എക്സ്പോണൻഷ്യൽ ഫൊറിയർ സീരീസ്. ഞാനത് ഷോർട്ടായിട്ടാണ് എഴുതുന്നത്. EFS representation of a continuous time signal is given by signal. നമ്മളോട് എക്സ് ഓഫ് ടി എന്നാണ്. സിഗ്നൽ എക്സ് ഓഫ് ടി ഈസ് ഗിവൺ ബൈ വാട്ട്? ഇക്വേഷൻ ഓർമ്മ വേണം, ഇക്വേഷൻ എഴുതുക എന്നുള്ള തന്നെയാണ് കാര്യം. എക്സ് ഓഫ് ടി ഈസ് ഈക്വൽ ടു വാട്ട്? സിഗ്മ n ഈക്വൽ ടു -∞ to ∞ Cn into e raised to പോസിറ്റീവ് ആണ് പവർ jn ω0t. വേർ അതിൽ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ആര് തന്നെയാണ്? Cn ആണ്. വേർ Cn ഈസ് ഈക്വൽ ടു 1/t integral over 1 period, that is from t0 to t0 plus t x of t into power negative e raised to -jn ω0t dt.
ഇത്രയാണ് വരുന്നുള്ളൂ. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഇപ്പോൾ ഇത് വെച്ചിട്ട് സി എൻ കാണുക എന്നുള്ളതാണ്. പക്ഷേ ചില കേസിൽ നമുക്കധികം സി എനിലെ ഒറിജിനലത്തെ വാല്യൂ സെപ്പറേറ്റ് ആയിട്ട് കാണുന്നതായിരിക്കും നല്ലത്, അല്ലെങ്കിൽ അത് ഇഷ്യൂ വരാം. അപ്പോൾ C0 സെപ്പറേറ്റ് കാണും, എന്നിട്ട് ബാക്കി സി എൻ ജനറൽ ആയിട്ട് കാണുകയാണ് നമ്മളിവിടെ ചെയ്യുന്നത്. പിന്നെ അതേപോലെ നമുക്ക് T0 എന്ന് പറഞ്ഞാൽ 0 എന്ന് അറിയാം, T0 പ്ലസ് ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 ആണെന്ന് അറിയാം. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യും. പിന്നെ എക്സ് ഓഫ് ടിയുടെ ഈ ഒരു എന്താ 4 എണ്ണമായിട്ട് സ്പ്ലിറ്റ് ആക്കാം. അപ്പോൾ രണ്ടെണ്ണത്തിൻ്റെ ആവശ്യം വരുള്ളൂ, മൂന്നാമത്തെ 0 ആയതുകൊണ്ട് അത് ഇൻ്റഗ്രേഷൻ എടുക്കേണ്ട കാര്യം വരുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് C0 കാണാം. ഫസ്റ്റ് C0 ഈക്വൽ ടു അപ്പം എന്ത് വരും, 1/t എന്നുള്ളത് എന്തായി മാറും, 1/4 ആവും. ഇൻ്റഗ്രൽ വരാൻ പോകുന്നത് ശരിക്കും 0 to t എക്സ് ഓഫ് ടി ഡി ടി എന്നുള്ളതാണ് അല്ലേ. നമുക്കറിയാം ഇൻ്റഗ്രൽ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം, 1/4. അപ്പോൾ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്തൊക്കെ വരും, ഇൻ്റഗ്രൽ 0 to 1 വരെ ഒരെണ്ണം വരുന്നുണ്ട്, അവിടെ 2dt പ്ലസ് ഇനി ഒരു 1 to 2 വരെ അവിടെ 1 ആണ് മാഗ്നിറ്റ്യൂഡ് 1dt. അടുത്ത 2 to 4 വരെ എഴുതുന്നില്ല, കാരണം അതിൻ്റെ വാല്യൂ 0 ആണ്. അപ്പോൾ ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക, 1/4 ഇൻറ്റു 2 കോൺസ്റ്റൻ്റ് ആണ്, ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വെറും എന്ത് വരും, ടി വരും. ടിക്ക് വാല്യൂ ഇട്ട് കൊടുത്താൽ 1 വരും, അപ്പോൾ 2 വരും, 2 ആണ് അതിൽ വരിക. പ്ലസ് അടുത്തതിൽ വരാൻ പോകുന്നത് എന്തായിരിക്കും, ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ടി വരും. ഇപ്പോൾ 2ഉം 1ഉം ആണ്, 2 - 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 വരും അല്ലേ. So 2 plus 1 വരും. So this thing is equal to 3 divided by 4. നമുക്ക് C0ൻ്റെ വാല്യൂ 3/4 എന്ന് കിട്ടും. ഇനി അതേപോലെ CN കാണാം. CN is equal to 1/4 integral 0 to എന്താ t x of t e raised to 0 to t എന്നുള്ളത് 0 to 4 ആണല്ലോ ഇവിടെ. നമുക്ക് 0 to 4 x of t e raised to minus j n omega 0 t ആണ്. omega 0 നമുക്ക് ഇവിടെ അറിയാം π/2 t dt ഇതാണ് വരിക. അപ്പോൾ അതിനെയും നമ്മൾ ഈ പറഞ്ഞ പോലെ സ്പ്ലിറ്റ് ആക്കുക ഇൻ്റഗ്രേഷൻ, എന്നിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. സോ 1/4 ഇൻ്റഗ്രൽ 0 to 1 എന്താ വാല്യൂ 2, ബാക്കി എക്സ്പോണൻഷ്യൽ അതേപോലെ തന്നെ d raised to minus j n π/2 t dt പ്ലസ് ഇൻ്റഗ്രൽ 1 to 2 മാഗ്നിറ്റ്യൂഡ് 1 ആണ്, 1 ഇൻറ്റു e raised to minus jn π/2 t dt. ഇത് രണ്ടും ഇൻ്റഗ്രേറ്റ് ചെയ്യാന്നുള്ളതാണ് അവിടെ ചെയ്യാനുള്ളൂ. സോ ദിസ് തിങ് വിൽ ബി ഈക്വൽ ടു 1/4. അതേപോലെ തന്നെ നമ്മൾ പുറത്ത് എഴുതി. അപ്പോൾ ആദ്യത്തെ ടേമിൻ്റെ ചെയ്യാന്ന് വിചാരിക്കുക. അപ്പോൾ 1/4 ഇതിൽ കോൺസ്റ്റൻറ്റ് 2ന് വേണമെങ്കിൽ പുറത്തേക്ക് വെക്കാം. ബാക്കി എക്സ്പോണൻറ്റിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. എക്സ്പോണൻറ്റ് ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും വരും, അത് തന്നെ ആണ് നമുക്ക് കിട്ടുക. അതായത് e raised to minus j n π/2 t തന്നെ വരും, ഡിവൈഡഡ് ബൈ ആ ടീൻ്റെ ഒപ്പം നിൽക്കുന്നത്, അതായത് മൈനസ് ജെ എൻ π/2 അത് ഡിവൈഡഡ് ബൈ ആയിട്ട് വരും. ഓക്കെ, പിന്നെ അതിൻ്റെ ലിമിറ്റ് ഏതൊട്ട് ഏത് വരിക, 0 to 1 വരെ. പ്ലസ് ഇതേപോലെ അടുത്തതിൽ 1/4 വരും, അവിടെ കോൺസ്റ്റൻറ്റ് 1 ആയതുകൊണ്ട്. അതിനെയും ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ കിട്ടാൻ പോകുന്നത് സെയിം തന്നെ, e raised to minus jn π/2 t ഡിവൈഡഡ് ബൈ മൈനസ് jn π/2. ജസ്റ്റ് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് മാത്രം ഇതിൻ്റെ ആവശ്യമില്ല എന്നറിയാം. ഓൾറെഡി എല്ലാവർക്കും മാത്സിൽ ഡീറ്റെയിൽ ആയിട്ട് ചെയ്ത് പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ഡിനോമിനേറ്ററിൽ എടുക്കുന്ന സാധനത്തിനെ നമുക്ക് ഒന്ന് ഇങ്ങോട്ട് റീഅറേഞ്ച് ചെയ്ത് നീക്കിയെടുക്കാം. ഇപ്പോൾ ഇവിടെ ഒരു ഇത് ക്യാൻസലായി പോയിട്ട് 2 ആയിട്ടുണ്ടാവും, ആ 2 വീണ്ടും ഇതിനായിട്ട് എന്താവും ക്യാൻസലായി പോകും. ബാക്കി നമുക്കിവിടെ വരിക എന്താ വരിക, മൈനസ് 1/jn π ആണ് നിൽക്കുന്നുണ്ടാവുക. ഇനി ഇവിടെ നമ്മൾ അപ്പർ ലിമിറ്റ് 1ഉം ലോവർ ലിമിറ്റ് 0 ആണ്. അപ്പോൾ ഇവിടെ അപ്പർ ലിമിറ്റ് 1 കൊടുത്തു കഴിഞ്ഞാൽ എന്തായി മാറുക, ടി അവിടുന്ന് പോകുന്നുള്ളൂ മാത്രം. അപ്പോൾ എന്ത് വരും, നമുക്കിവിടെ e raised to minus jn π/2 എന്ന് വരും. ലോവർ ലിമിറ്റ് 0 കൊടുക്കുമ്പോൾ എന്താ e raised to 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1. ഇത്രയാണ് ഫസ്റ്റത്തേൻ്റെ ഇതിൽ കിട്ടുക. അടുത്തതിൽ മൈനസ് ഈ പറഞ്ഞ പോലെ 2 ആണ് അവിടെ 4ൽ ക്യാൻസലായി പോവുക, അത് 2 ആവും, ബാക്കി ഉണ്ടാവും. സോ 1/j2n π എന്ന് വരും. ബാക്കി ലിമിറ്റ് അപ്ലൈ ചെയ്തിട്ട് എഴുതണം. ഇപ്പോൾ രണ്ടും വാല്യൂസ് ഉണ്ട്. അപ്പോൾ ഒരു ഇതിൽ 2 ക്യാൻസലായി പോകും. ഫസ്റ്റത്തേൽ e raised to minus jn π എന്ന് വരും, കാരണം n π/2 ഇൻറ്റു 2 ആണ്, 2 ക്യാൻസൽ ആവും. മൈനസ് e raised to minus jn π/2 എന്ന് വരും. ഇതാണ് അപ്പോൾ ഇത് നമുക്ക് കിട്ടുക.
പിന്നെ ഇതിന്റെ വാല്യൂസ് വേണമെങ്കിൽ കൊടുത്തെഴുതാം. അതേപോലെ രണ്ടെണ്ണത്തിനും കോമൺ ആയിട്ട് 1/jnπ പുറത്തേക്ക് കോമൺ ആയിട്ട് എടുക്കാം എന്നുള്ളതാണ് ഇതിൽ ചെയ്യാവുന്ന ഒരു കാര്യം, സിംപ്ലിഫിക്കേഷൻ. സോ ഈസ് ഈക്വൽ ടു 1/jnπ ഇൻറ്റു ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ വരുന്ന കാര്യങ്ങൾ ഞാൻ എഴുതുന്നത് 1 വരും. ഈ 1 എന്ന് പറയുന്നത് ഈ മൈനസ് എടുത്തുകൊണ്ട് ഇത് പോസിറ്റീവായി, അപ്പോൾ ഇത് നെഗറ്റീവായി, -e⁻⁻⁴ വരിക. ഇതിൽ മൈനസ് എടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഇവിടെ നമുക്ക് ഇവിടെ ഒരു എന്താ വരിക, വേറെ ഒരു ഒരു jnπ/2ൻ്റെയും കൂടിയും ടേം വരും. അപ്പോൾ അത് രണ്ടും കൂടി കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് അവിടെ കിട്ടുക ഒരു -1/2 e⁻⁻⁴ വരും. പിന്നെ ഒരു ടേം ഉള്ളത് ഇതാണ്, jnπയുടെ ടേമാണ്. അപ്പോൾ അതിനെ നമുക്ക് എങ്ങനെ എഴുതാം, 1/2 ഇൻറ്റു -1/n എന്ന് എഴുതാം, e⁻⁻⁴ ഇതാണ് നമുക്ക് എന്തായിട്ട് കിട്ടുക, cn ആയിട്ട് കിട്ടുക. അപ്പോൾ ഇത് വേണമെങ്കിൽ അപ്പുറത്ത് എടുത്ത് എഴുതാം, പിന്നെ എക്സ്പാൻഡ് ചെയ്ത് എഴുതണമെങ്കിൽ എക്സ്പാൻഡ് ചെയ്ത് എഴുതാം. ഇത്രയാണ് ഇതിൽ വരുന്നത്.